നിങ്ങളുടെ മനസ്സിനകത്ത് ആരോടും പറയാത്ത നൊമ്പരം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ സ്തോത്രം, മനുഷ്യരിങ്ങനെ മനോരമയിലിടാൻ കാത്തു നിൽക്കുക. എവിടോ വായിച്ചിട്ടുള്ളൊരു സംഭവം ഓർക്കുന്നു. പോപ്പിന് ഭയങ്കര ഹൃദയാസ്വസ്ഥത. വാർത്ത കാട്ടുതീ പോലെ നാട് മുഴുവൻ പരന്നു. എല്ലാവരും പോപ്പ് താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൻ്റെ കീഴെ ഇങ്ങനെ വന്നു നിൽക്കുക. എല്ലാവരും ഒരുപോലെ പറയാ, ഞങ്ങളുടെ പോപ്പിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയം എടുക്ക്, ഞങ്ങളുടെ പോപ്പിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയം എടുക്ക്. സ്തോത്രം. കർദിനാള് പെട്ടെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, എല്ലാവരുടെയും ഹൃദയം പോപ്പിന് വേണ്ട, ഒരാളുടെ ഹൃദയം മതി. അപ്പം ജനം വീണ്ടും പ്രതികരിച്ചു, എൻ്റെ ഹൃദയം എടുക്ക്, ഞങ്ങളുടെ പോപ്പിന് വേണ്ടി എൻ്റെ ഹൃദയം എടുക്ക്. കർദിനാളിന് ആകെപ്പാടെ കൺഫ്യൂഷൻ. പോപ്പിനോട് എല്ലാവർക്കും ഇത്രയും സ്നേഹമോ? ഒടുവിൽ കർദിനാള് മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് സോളവനെ പോലെ ഒരു ബുദ്ധി പ്രയോഗിച്ച് പെട്ടെന്ന് ആ കാര്യം ചെയ്തു. എന്തോ ചെയ്തെന്നറിയോ? ഒരു കോഴിത്തൂവൽ ഇങ്ങനെ താഴോട്ടിട്ട് ചൊറക്ക പറഞ്ഞു പോലും, ഈ കോഴിത്തൂവൽ ആരുടെ തലയിലേക്കാണോ പതിക്കുന്നത് അവരുടെ ഹൃദയമാണ് പോപ്പിന് വേണ്ടി എടുക്കാൻ പോകുന്നത്. നിർഭാഗ്യവശാൽ ഇതുവരെ കോഴിത്തൂവൽ താഴെ വീണിട്ടില്ല. വരുന്നോര് കോഴിത്തൂവൽ വാഗോണ്ട് ഊതി പറപ്പിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഉറക്കെ പറയുന്നുണ്ട്, പോപ്പിന് വേണ്ടി എൻ്റെ ഹൃദയം എടുക്കൂ, എൻ്റെ ഹൃദയം എടുക്കൂ, എൻ്റെ ഹൃദയം എടുക്കൂ. ഇതാ പ്രിയപ്പെട്ടവരെ മനുഷ്യര്. ഒരു വശത്ത് നിങ്ങളുടെ നൊമ്പരങ്ങളൊക്കെ സ്പോഞ്ച് കൊണ്ട് വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ ഒപ്പിയെടുത്തേച്ച് 4 പേരുടെ മുമ്പിൽ വാർത്തയാക്കാനായിട്ട് അവരിങ്ങനെ നോക്കി നടക്കുമ്പോൾ ആരും അറിയാത്ത നിങ്ങളുടെ നൊമ്പരങ്ങളെ ഒപ്പിയെടുത്ത് ചെവി അറിയാതെ അതിനെ പരിഹരിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാ യേശു. ഇന്ന് രാത്രി അവനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി മനസ്സിലാകുന്നു, ചില കുഞ്ഞുങ്ങളെ ഓർത്ത് വളരെയധികം നൊമ്പരപ്പെടുന്ന, ഉറക്കമില്ലാതെ എൻ്റെ കുഞ്ഞിന് ഈ ഗതി വന്നല്ലോ. സ്തോത്രം. മറ്റു കുഞ്ഞുങ്ങളൊക്കെ ഓരോ നിലകളിൽ ഉയർന്നുയർന്നു പോകുമ്പോൾ എൻ്റെ കുഞ്ഞു മാത്രം ഇങ്ങനെ ആയല്ലോ എന്ന് ചിന്തിക്കുന്ന, നൊമ്പരപ്പെടുന്ന ചില മാതാക്കൾ, പിതാക്കന്മാർ ഈ ഓഡിറ്റോറിയത്തിനകത്ത് തന്നെ കേൾക്കുന്നുണ്ട്. ഒരു വളച്ചുകെട്ടുമില്ലാതെ, ഒരു സാഹിത്യ ഭംഗിയില്ലാതെ, വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിസമാപ്തി കുറിക്കാൻ ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ വേറെ ആരേ ഇതറിയിക്കണ്ട, നിങ്ങൾ വേറെ ആരോടും ഇത് പറയണ്ട, നിങ്ങൾ വേറെ ആരേലും ഇത് കൊടുക്കണ്ട. ഇന്ന് രാത്രി ഇത് സദ്വാർത്തയാ, നിങ്ങളുടെ വീടിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ. ബൈബിൾ ആശ്വസിപ്പിക്കുന്ന പുസ്തക, ബൈബിള് പ്രത്യാശ നൽകുന്ന പുസ്തക. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 1 മണിക്കൂർ കേട്ട് ഈ പുസ്തകവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കരുത്. പരൽമീനെ റാഞ്ചുവാൻ ശ്രമിക്കുന്നതിനിടയിൽ വലിയ വെള്ളച്ചാട്ടത്തിനകത്തകപ്പെട്ടു പോയ മനുഷ്യന്റെ അവസ്ഥ, കഴുകന്റെ അവസ്ഥയിലാ മനുഷ്യൻ ഇന്നായിരിക്കുന്നത്. പരൽമീനെ റാഞ്ചാൻ ശ്രമിച്ചതാ, പക്ഷെ കഴുകൻ എന്ത് ചെയ്തു? വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടു പോയി. ഇങ്ങനത്തെ അവസ്ഥയിൽ മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ജനനം കൊണ്ട് നിങ്ങൾ വേറൊരു മതത്തിൻ്റെ ആളായിരിക്കാം, പേരുകൊണ്ട് നിങ്ങൾ വേറൊരു സമൂഹത്തിൻ്റെ വക്താവായിരിക്കാം, അതൊന്നും സാരയില്ല. ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഈ പുസ്തകത്തിനുള്ള 7 പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പുരാതനത്വം, ഇതിൻ്റെ ആധുനികത, ഇതിൻ്റെ വ്യത്യസ്തത, ഇതിൻ്റെ ഐക്യത, ഇതിൻ്റെ വിഷയം, ഇതിൻ്റെ സ്വാധീനത, ഇത് നൽകുന്ന ആശ്വാസം, ഇത് നൽകുന്ന പ്രത്യാശ. ബൈബിളിൽ നിന്ന് ഒരാശ്വാസവചനം പറഞ്ഞു പ്രാർത്ഥിക്കാനാ എനിക്ക് രാത്രി ആത്മനിയോഗം. അത് ബൈബിളിൽ പുതിയ നിയമത്തിലെ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷ ഭാഗ 14 അധ്യായം 1-ാമത്തെ വാക്യം. നമുക്ക് ഏറ്റവും പരിചിതമായ വാക്യം. നിങ്ങളുടെ ഹൃദയം
കലങ്ങിപ്പോകരുത്. തൻ്റെ ക്രൂശീകരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള സമയം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് അവരുടെ നാഥനും ഗുരുവുമായവൻ പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മനുഷ്യഹൃദയത്തിൻ്റെ അവസ്ഥകളെ കൃത്യമായിട്ട് വിവേചിച്ചറിയാൻ ബൈബിളോളം പോന്ന ഒരു പുസ്തകവും ലോകത്തിലില്ല. മനുഷ്യഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ യേശുവിനെ പോലെ കഴിവുള്ള വേറെ ഒരാളും ലോകത്തിലില്ല. ലോകത്തിലെ ഒരു MRI സ്കാനിനും ലോകത്തിലെ ഒരു സ്കാനിങ് റിപ്പോർട്ടിനും തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യഹൃദയത്തിൻ്റെ നീറുന്ന നൊമ്പരങ്ങളെ കൃത്യമായി അറിയുന്ന എൻ്റെ യേശുവിനെ പോലെ വേറെ ഒരാൾ ലോകത്തിലില്ല. ബൈബിള് പഠിക്കുമ്പോൾ, ക്രിസ്തുവിനെ പഠിക്കുമ്പോൾ മനുഷ്യഹൃദയത്തിൻ്റെ 4 സ്വഭാവത്തെ അവിടുന്ന് നന്നായി തിരിച്ചറിയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായവും കൂടെ പഠിക്കുമ്പോൾ മനുഷ്യഹൃദയത്തിൻ്റെ 4 സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. ലൂക്കോസ് 24-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: അവർ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പം മനുഷ്യഹൃദയത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത പ്രിപ്ലക്സ്ഡ് ഹാർട്ട്, ചഞ്ചലിക്കുന്ന ഹൃദയം. എന്നാ ചഞ്ചലിക്കാൻ കാരണം? പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പം എത്ര ബോൾഡായിട്ടുള്ള മനുഷ്യർക്കും ചാഞ്ചല്യം ഉണ്ടാവും. ഇന്നൊരമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, മോക്ക് 40 വയസ്സായി, 17 വർഷമായിട്ട് ഒരു വിദേശ രാജ്യത്തൊന്നും വരാൻ പറ്റാതെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക. അവിടെ പ്രായത്തിലുള്ളവരൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുമ്പം എൻ്റെ മനസ്സിങ്ങനെ അങ്ങ് പെടയുക. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, അനീഷ് പാസ്റ്റർ വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ ആയിരുന്നല്ലോ കൊറോണയ്ക്ക് മുമ്പ് പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ഇപ്പം അതെന്നെ മാറ്റിവെച്ച്. ഞാൻ പറഞ്ഞു, നീറുന്ന മനുഷ്യൻ്റെ നൊമ്പരങ്ങളെ നേരിട്ട് കാണുമ്പോൾ കടിച്ചാൽ പൊട്ടാത്ത വാക്കും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? സ്തോത്രം. വല്ലാത്ത ചാഞ്ചല്യല്ലേ, അകത്ത് ഒരു വലിയ നൊമ്പരമല്ലേ, ആരോടും പറയാതെ ഒതുക്കി വെച്ചിരിക്കുക നൊമ്പരമല്ലേ. ഇവിടെ 2-3 പേരിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക നൊമ്പരം, ചഞ്ചലിക്കുക. എന്താകും, എന്താകും, എങ്ങനാകും, എവിടെ ചെന്ന് അവസാനിക്കും, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ എൻ്റെ വീടിൻ്റെ ഗതി എന്താകുമെന്നൊക്കെ ചഞ്ചലിക്കുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ചിലർക്ക് ഇതൊന്നും കേട്ടാൽ ഒന്നും തോന്നത്തില്ല. കാര്യം അവർക്കിങ്ങനൊരു പ്രശ്നം ഇല്ലല്ലോ. അധേനയിലുള്ളവരെ പോലെ വല്ല പുതുമയും കിട്ടുമെന്നും കണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇവിടെ നോക്കിക്കേ, ഇവരെ ചഞ്ചലിപ്പിക്കുന്നത് സാഹചര്യമാണ്, ഇവരെ ചഞ്ചലിപ്പിക്കുന്നത് അവസ്ഥയാണ്, ഇവരെ ചഞ്ചലിപ്പിക്കുന്നത് സമയമാണ്. സാഹചര്യം ഇവർക്ക് അനുകൂലമല്ല, അവസ്ഥ ഇവർക്ക് അനുകൂലമല്ല, സമയം ഇവർക്ക് അനുകൂലമല്ല. സാഹചര്യവും അവസ്ഥയും സമയവും ചഞ്ചലിപ്പിക്കുന്നതാ. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം ഒരുമിച്ച് പറയട്ടെ, ഈ ചഞ്ചലിക്കുന്ന വിഷയത്തെ തൊട്ടു വിടുവിക്കാൻ ഒരാളിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെ ചഞ്ചലിപ്പിക്കുന്നത് സാമ്പത്തിക പ്രശ്നമാണോ? നിങ്ങളെ ചഞ്ചലിപ്പിക്കുന്നത് കുടുംബ പ്രശ്നമാണോ? നിങ്ങളെ ചഞ്ചലിപ്പിക്കുന്നത് തലമുറയുടെ പ്രശ്നമാണോ? ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ ഇവിടുന്ന് പോകത്തുള്ളൂ. ആരോഗ്യ പ്രശ്ന നിമിത്തം ചഞ്ചലിക്കുന്ന ചിലർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്.
സാമ്പത്തിക പ്രശ്നം നിമിത്തം ചഞ്ചലിക്കുന്ന ചിലരിന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. തലമുറയുടെ പ്രശ്ന നിമിത്തം ചഞ്ചലിക്കുന്ന ചിലരിന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. എൻ്റെ കൂടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ജിജി വാഹനം ഓടിക്കുന്നെങ്കിലും ആ ഒരു നിലയിലല്ല ഞാൻ അവനെ കൊണ്ടുവന്നിരിക്കുന്നത്. 25 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അമ്മയുടെ മകൻ, അപ്പൻ കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവ്, ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളും ഒക്കെ, ഉയർന്ന നിലയിലുള്ള ജീവിത നിലവാരങ്ങൾ. പക്ഷേ കോവിഡ് അങ്ങ് വരിഞ്ഞു മുറുക്കി. സ്തോത്രം. അടുത്ത ഒരു സ്റ്റെപ്പ് എന്തോ ചെയ്യണമെന്നറിയാതെ അവനാ മൈക്കും കൊണ്ട് വന്നത്. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയാതെ ചഞ്ചലിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ കൈ വന്നു പെട്ടത്. ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം എൻ്റെ കൂടെ ഇങ്ങ് പോരെ, ഇങ്ങനെ വചനമൊക്കെ കേൾക്കുമ്പോൾ ഒരു വഴിയൊക്കെ തുറക്കും. അങ്ങനൊരു വഴി ഭാര്യയ്ക്ക് ജോലിയായി തുറന്നു കിട്ടി. അവനും ദൈവം ഒരു അത്ഭുതത്തിൻ്റെ വഴിയൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ കണക്കൂട്ടലൊന്നും തെറ്റാൻ ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ. 3 കാര്യം എന്നോട് ദൈവം പറയാൻ പറയുന്നത്. സാമ്പത്തിക പ്രശ്നം ചിലരെ ചഞ്ചലിപ്പിക്കുന്നു, ആരോഗ്യ പ്രശ്നം ചിലരെ ചഞ്ചലിപ്പിക്കുന്നു, തലമുറയുടെ പ്രശ്നം ചിലരെ ചഞ്ചലിപ്പിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ ബ്രദറെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ അച്ഛാ. സാമ്പത്തിക പ്രശ്നം ചിലരെ ചഞ്ചലിപ്പിക്കുന്നു, ആരോഗ്യ പ്രശ്നം ചിലരെ ചഞ്ചലിപ്പിക്കുന്നു, തലമുറയുടെ പ്രശ്നം നിങ്ങളെ ചഞ്ചലിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ ചഞ്ചലിപ്പിക്കുന്ന പ്രശ്നത്തിന് ഈ ഓഡിറ്റോറിയത്തിന് പോകുന്നതിന് മുമ്പ് ഒരു പരിഹാരമുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. നിങ്ങളെ ചഞ്ചലിപ്പിക്കുന്ന പ്രശ്നത്തിന് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പരിഹാരം എൻ്റെ യേശു ചെയ്യാൻ പോകുകയോ. യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് തന്നെ ഗലീലയിലെ കാനാവിൽ ആകപ്പാടെ ചഞ്ചലിച്ച് നിൽക്കുന്ന ഒരു വീടിനെ പറഞ്ഞുകൊണ്ടാ. എന്നാ ചഞ്ചലിക്കാൻ കാരണം അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഒരുങ്ങുന്നത് അവന്റെ വിവാഹ ദിവസമാ. വിവാഹ ദിവസം ഏറ്റവും നന്നായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരുങ്ങിയ കുടുംബം. പക്ഷെ അവരുടെ കണക്കൂട്ടലിലെല്ലാം തെറ്റി. 12ാം ക്ലാസ്സിലോട്ട് വന്നപ്പോഴാ കൊച്ചിത്രയും കൈവിട്ടു പോയ കാര്യം അപ്പനും അമ്മയും അറിഞ്ഞു. എല്ലാ സംവിധാനങ്ങളും അവള് ക്രമീകരിച്ചു. കയ്യാലെല്ലാം വരയും കൊരയായിരുന്നു. പിന്നെ മനസ്സിലായത് ബ്ലൂ വെയിൽ ഗെയിമാണ്. 10ാം ക്ലാസ്സിൽ 90% മാർക്ക് മേടിച്ച മോൻ 11 കയറിയപ്പോഴാ പബ്ജി ഗെയിമിനകത്ത് പോയത്. ഞാനവനെ കണ്ടു പാസ്റ്റർ. 18 മണിക്കൂറാ, 24 മണിക്കൂറിനകത്ത് അവൻ പബ്ജിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, ബാത്റൂമിൽ പോകത്തില്ല. 18 മണിക്കൂർ പബ്ജിയുടെ മുമ്പിൽ ഇരിക്കുക. സ്വത്രം. അമ്മയെ കണ്ടാൽ എല്ലും തോലുവായി. അയ്യോ, ചഞ്ചലിക്കാതിരിക്കുവോ? നൊന്തു പ്രസവിച്ച ഏക ആണ്ടരി പബ്ജിയുടെ മുമ്പിലാന്ന് പല്ല് തേക്കാതിരിക്കുന്നെന്ന്, മുടി നീട്ടി വളർത്തിയിരിക്കുന്നെന്ന്. തള്ളക്കല്ലാതെ സങ്കടം വേറെ ആർക്ക് വരും? മറ്റുള്ളവർക്കൊക്കെ ഇതൊരു വാർത്തയല്ലേ? നാട്ടുകാർക്കൊക്കെ ഇതൊരു വാർത്ത. അറിഞ്ഞോ ഇന്നടത്തെ ഇന്നാറുടെ മോന് അവൻ കഞ്ചാവ് കേസ് ജയിലിലായി, അവൻ മയക്കുമരുന്ന് ഷൂവിനെ തൊളിപ്പിച്ച് പോയ വഴിക്ക് പോലീസ് പിടിച്ചു. അറിഞ്ഞോ? 2 ആഴ്ച മുമ്പ് ഒരമ്മ വന്നു പോർഷൽ എൻ്റെ അടുക്കെ. നഴ്സിങ്ങിന് പഠിക്കാൻ പോയതാ. വീടിന്റെ പ്രതീക്ഷയായ കൊച്ചൻ. 10 വർഷമായിട്ട് ലഹരിക്കടിമ. ഏർത്തൻ സേലത്തുനിന്ന് വന്ന വഴിക്ക് കൊണ്ടുവന്നത് റെയിൽവേ പോലീസ് പിടിച്ചു.
അവനെ ജയിലിലേക്ക് ഫോട്ടോ എടുത്ത് വിടാൻ തുടങ്ങുമ്പോൾ അമ്മ ടീച്ചറാന്ന് പറഞ്ഞപ്പം പോലീസുകാരനൊരു മനസ്സിലിവ്. അയാൾ പറഞ്ഞു, പത്രത്തിൽ ഫോട്ടോ വന്ന് ഭാവി നശിക്കണ്ട, ഒരു കാര്യം ചെയ്യ്, പവർഷൻ എന്നൊരു ചാനലുണ്ട്, അവിടെ കുറെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ അവിടോട്ട് പലരെയും പറഞ്ഞു വിടാറുണ്ട്, നിങ്ങളൂടെ കൊണ്ടുപോകും. അങ്ങനെ വന്നുപെട്ടത് എൻ്റെ മുമ്പിലാ. കണ്ടാ കൊന്നു പറിക്കുന്ന സൗന്ദര്യം, പക്ഷെ മുഖത്ത് ചോരമയില്ല. ലാസ്റ്റിൽ അവൻ കരഞ്ഞോണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ട് കഴിയാത്തത്, നയാഗര വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ ഒരു വലിയ ഇരുമ്പ് പടം കിട്ടി കേട്ടോ. ആ ഇരുമ്പ് പടത്തിലൂടെ അഭ്യാസിയായ ഒരു മനുഷ്യൻ നടന്ന് അപ്പുറത്ത് ചെന്നു. അപ്പുറത്ത് ചെന്നേച്ച് അയാളിങ്ങനെ ചലഞ്ച് ചെയ്തു, ആരെങ്കിലും ഉണ്ടോ എൻ്റെ കൂടി ഈ ഇരുമ്പ് പടത്തെ കയറി ഇക്കരയിലേക്ക് വരാൻ? എല്ലാവരും അനങ്ങാതെ നിൽക്കുമ്പോൾ അയാളുടെ കൊച്ചുമോൻ ചാടി എഴുന്നേറ്റ് അയാളുടെ കൂടെ പുറപ്പെട്ടു. ഇങ്ങനെ പോരുന്ന വഴിക്ക് സ്തോത്രം, ആ കാലാവസ്ഥ പ്രതികൂലമായി കാറ്റിങ്ങനെ ആടി ഒലയുന്നു. അപ്പം അവനോടായി അദ്ദേഹം പറഞ്ഞു, മോനെ, സ്വയമായിട്ട് ബലം പ്രയോഗിക്കാതെ എന്നോട് പറ്റി നിന്നോ, നമ്മൾ ഒരുമിച്ച് അക്കരയെത്തും. ഇന്ന് രാത്രി എനിക്കും പറയാനുള്ളത് ഇത് തന്നെയാ, സ്വയമായിട്ട് ബലം പ്രയോഗിക്കരുത്. സ്വയമായിട്ട് ബലം പ്രയോഗിച്ചാൽ ഒരു പരിഹാരവും ഇല്ല. പക്ഷെ ഇന്ന് രാത്രിക്കാലം അവിടുത്തെ കയ്യിലോട്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ അമ്മേ, ദൈവം പ്രവർത്തിക്കുക. അമ്മേ, ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. എത്ര കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. ലഹരിയുടെ പിശാച് ബന്ധിച്ച നിങ്ങളുടെ മകൻ സ്വതന്ത്രമാകുമെന്ന് ഞാൻ പറഞ്ഞത് ചുമ്മാതെ പറഞ്ഞതല്ലോ, ദൈവം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടാ പറയുന്നത്. ചഞ്ചലിക്കുന്ന ഹൃദയം. രണ്ടാമത്തെ ഹൃദയ 24:13 24:13 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ രണ്ടാമത്തെ ഹൃദയം ഡിസ്കറേജ്ഡ് ഹാർട്ട്, നിരാശ നിറഞ്ഞ ഹൃദയം. എന്താ ഈ നിരാശ നിറഞ്ഞ വീടിന്റെ പ്രത്യേകത? നിരാശ നിറഞ്ഞിടത്തല്ല എപ്പോഴും തർക്കവും വാദവും. സ്തോത്രം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള കുടുംബക്കോടതികൾ തർക്കം, വാദം, പരിഹാരമില്ല. പ്രതീക്ഷിച്ച പോലൊന്നും വീടിന്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഡിസ്കറേജ്ഡ് ഹാർട്ട്, നിരാശ നിറഞ്ഞ ഹൃദയം. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ഹൃദയ 24:38 അവർ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത്? അപ്പൊ ഡൗട്ടഡ് ഹാർട്ട്, സംശയിക്കുന്ന ഹൃദയം. എല്ലാം സംശയ, മൊത്തം സംശയം, എല്ലാരെയും സംശയം, ആകപ്പാടെ സംശയം. പഠിത്തം വലിയ പഠിത്തം, പക്ഷെ മൊത്തം സംശയം. ഇനി നാലാമത്തെ ഹൃദയ യോഹന്നാൻ 14:1 ട്രബിൾഡ് ഹാർട്ട്, കലങ്ങുന്ന ഹൃദയം. അപ്പം 4 ഹൃദയ ഇവിടെ പരിചയപ്പെടുന്നത്. 1 ചഞ്ചലിക്കുന്ന ഹൃദയം, 2 നിരാശ നിറഞ്ഞ ഹൃദയം, 3 സംശയിക്കുന്ന ഹൃദയം, 4 കലങ്ങുന്ന ഹൃദയം. ഈ 4 ഹൃദയാവസ്ഥയിലുള്ള ആളുകളെ കണ്ടപ്പോൾ യേശു പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങാതിരിക്കാനായിട്ട് അവിടുന്ന് ചില ഉറപ്പുകൾ നൽകുക. യോഹന്നാൻ 14:6 മുതൽ 13:36 മുതൽ 17:5 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ 6 ഉറപ്പുകളാ ഇവർക്ക് കൊടുത്തത്. ഈ 6 പറയാനുള്ള നേരം ഞാൻ എടുക്കുന്നില്ല, കാരണം എനിക്ക് ഒത്തിരി ദൂരം പോകണമല്ലോ.
ഒരു 3 പറയാം. സ്തോത്രം. 1, കലങ്ങാതിരിക്കാനുള്ള ഒന്നാമത്തെ ഉറപ്പ് 13:36 മുതൽ 14:6 വരെയുള്ള വാക്യം. യോഹന്നാൻ 13:36 മുതൽ 14:6 വരെയുള്ള വാക്യം. കലങ്ങാതിരിക്കാനുള്ള ഒന്നാമത്തെ ഉറപ്പ്. സ്തോത്രം. എന്താ കാരണം? 14:2 പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. അപ്പൊ കലങ്ങാതിരിക്കാൻ ഒന്നാമത്തെ ഉറപ്പ്, യു ആർ ഗോയിങ് ടു ഹെവൻ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നവരാ? സ്വർഗത്തിലോട്ട് പോകുന്നവരാ. നാളെ രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഖത്തറിനുള്ള ഫ്ലൈറ്റിൽ പോയി അവിടുന്ന് ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിൽ 4 മണിക്കൂർ ഖത്തറിലിരുന്നേച്ച് പിന്നെ 10-12 മണിക്കൂർ ഒരുപോലെ പറന്ന് അമേരിക്കയിലേക്ക് പോകാൻ വിസ കിട്ടിയിരിക്കുന്ന ഒരാളെ ഇന്ന് ഇവിടുത്തെ പെട്രോളിന്റെ വില ഓർത്ത് നിരാശപ്പെടുവോ? പറ. ഇല്ല. അപ്പോ ആശങ്കപ്പെടുത്തുന്നതും ആകുലപ്പെടുത്തുന്നതുമായ പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ നടക്കുമ്പോഴും ദൈവമക്കൾ കലങ്ങാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമുക്കൊരുറപ്പുണ്ട്, നാം ഒരു യാത്രയിലാണ്. സ്വർഗമെന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ ഇമാജിനേഷൻ അല്ല. 2 പത്രോസ് 1:1 പറയുന്നു, അത് നമ്മുടെ നിത്യരാജ്യമാണ്. 1 പത്രോസ് 1:4 പറയുന്നു, അത് നമ്മുടെ നിത്യാവകാശമാണ്. എബ്രായർ 11:16 പറയുന്നു, അത് നമുക്കായി ഒരുക്കപ്പെട്ട നഗരമാണ്. യോഹന്നാൻ 1:14-12 പറയുന്നു, അത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വീടാണ്. നിത്യ വീട്. നോഹയുടെ പെട്ടകമൊക്കെ ചിന്തിക്കേണ്ട വിഷയ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ. ദൈവഹിതപ്രകാരം പെട്ടകത്തിനകത്ത് ആൾക്കാരൊക്കെ കയറി. വാതില് ദൈവം അടച്ചു. വാതില് ദൈവം അടച്ചു കഴിഞ്ഞ് മഴ പെയ്യാൻ ആരംഭിച്ചു. വെള്ളം പൊങ്ങാൻ തുടങ്ങി. കാറ്റടിച്ചു. പെട്ടകം ആടി ഇങ്ങനെ ഒലയ്യ. അതിങ്ങനെ അലഞ്ഞു ഒക്കെ പോകുമ്പോ ആരൊക്കെയോ ചിന്തിക്കുന്നു, മുങ്ങുന്നവരും ചിന്തിക്കുന്നു, ഈ പെട്ടകവും എവിടെയെങ്കിലും ഒക്കെ ചെന്ന് അവസാനിക്കും. ഇല്ല, ഇത് അലഞ്ഞു അവസാനിക്കത്തില്ല. ഇതിന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഇതിനൊരു തുറമുഖമുണ്ട്. സ്വത്രം. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, പ്രതിസന്ധിയുടെ ഈ കാലത്തിന് ശേഷം ശാന്ത തുറമുഖമെടുത്തു. വെളിപ്പാട് പുസ്തകം 20, 21, 22 അധ്യായത്തിലൊക്കെ സ്വർഗത്തെക്കുറിച്ച് ആഴത്തിൽ വിവരിക്കാൻ ശ്രമിക്കുന്ന യോഹന്നാൻ എന്തൊക്കെ സ്വർഗത്തിൽ ഉണ്ടെന്നിങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു വരുമ്പോഴാ എഴുതി വന്നപ്പം പുള്ളിക്ക് മനസ്സിലായി, സ്വർഗത്തിലുള്ളതെല്ലാം കൂടെ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം എഴുതാൻ ആരംഭിച്ചു, സ്വർഗത്തിൽ എന്തൊക്കെ ഇല്ല. 21, 22 അധ്യായത്തിൽ അദ്ദേഹം എഴുതി വരുന്നു, അവിടെ മരണമില്ല, അവിടെ രാത്രിയില്ല, അവിടെ ദുഃഖമില്ല, അവിടെ വേദനയില്ല, അവിടെ കരച്ചിലില്ല. വേദനയില്ലാത്തൊരു നാട്, കരച്ചിലില്ല. യോ, അതിനെക്കുറിച്ച് ആ റോമാലേഖന 8:18 പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സു വിചാരിച്ചാൽ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം പറയാ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്
കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അത് പ്രതിമയായി രൂപാന്തരപ്പെടും. പാസ്റ്റർ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയുടെ ഭാഗമായ ഒരനുഗ്രഹീതനായ അച്ചാൻ്റെ മകൻ്റെ മരണ ശുശ്രൂഷയിൽ പ്രസംഗിക്കാനായിട്ട് പോയി. ഞങ്ങളുടെ സഭയുടെ ഓഫീസിൻ്റെ മാനേജരായിരുന്നു അദ്ദേഹത്തിൻ്റെ മോൻ മരിച്ചു. ക്യാൻസറായിരുന്നു. 38 വയസ്സ്. ശരീരത്തിന് ഇച്ചിരി വണ്ണമുണ്ട്. 2 കുഞ്ഞുങ്ങളുടെ അപ്പനായിരുന്നവൻ. സ്തോത്രം. എനിക്കൊരു വ്യക്തിപരമായ ബന്ധമുണ്ട്. ആദ്യമായിട്ട് അവൻ UK യാത്ര ചെയ്യുമ്പോൾ അന്ന് ദുബൈക്കുള്ള ഫ്ലൈറ്റിൽ എൻ്റെ കൂടെ തൊട്ടടുത്ത സീറ്റിലിരുന്ന് 4 മണിക്കൂർ ആ കുഞ്ഞുമായിട്ട് സംസാരിച്ചതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ ആ സുവിശേഷ താല്പര്യമൊക്കെ അന്നേ ഞാൻ മനസ്സിലാക്കിയല്ല. അപ്രത്യക്ഷ അത് അതിഥിയായിട്ട് മാരകരോഗം വന്നു. രോഗത്തിൽ അവൻ വല്ലാതെ നൊമ്പരപ്പെട്ടു. ഒത്തിരി ചികിത്സകൾ, പ്രാർത്ഥനകൾ, സമയം ദൈവത്തിൻ്റെത് കൃത്യമായിരുന്നത് കൊണ്ട് സമയത്ത് ദൈവം ചേർത്തു. ആ ബോഡി ഒരല്പം വലിപ്പം കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ മൃതദേഹ എംബാം ചെയ്തു. മൃതദേഹ എംബാം ചെയ്തപ്പോൾ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തു അവൻ്റെ മുഖത്തൊരു മുഖം മൂടി വെക്കാൻ. അതുകൊണ്ട് തന്നെ പെട്ടിക്കാത്തായിരുന്നെങ്കിലും അത് മുഖം മൂടി വെച്ചിരിക്കുക. അപ്പനും അമ്മയൊക്കെ കരയാ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? എൻ്റെ കൊച്ചിൻ്റെ മുഖത്തൊരുമ്മ പോലും കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഈ നൊമ്പരമൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒന്ന് അന്താളിച്ച് നിൽക്കുക. കർത്താവിൻ്റെ കൃപയാൽ ഈ മരണ വീടുകളിൽ പ്രസംഗിക്കാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ 2 കൊരിന്ത്യർ 3:18 ഇങ്ങനെ ഓടി വന്നു. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. വാക്യം എൻ്റെ മനസ്സിൽ ഓടി വന്നപ്പോഴേ സംഭവത്തിൻ്റെ പശ്ചാത്തലം കയറി വന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോബി അവൻ്റെ സ്വർഗവീട്ടിലേക്കുള്ള യാത്രയിൽ അവൻ്റെ ഭൗതിക ശരീരത്തിന് മാന്യമായ യാത്രയപ്പ് കൊടുക്കുവാൻ നാം വന്നിരിക്കുന്നു. എല്ലാ ശവസംസ്കാര ശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരല്പം നേരത്തെ ഒരു കാര്യം ചെയ്തു. എല്ലാ അടക്കത്തിനും കല്ലറയിൽ അന്ത്യചുമനം കഴിഞ്ഞിട്ടാണ് മുഖത്ത് മൂടുപടമിടുന്നത്. പക്ഷെ ജോബി അവൻ്റെ അവസാന യാത്രയിൽ അവൻ്റെ മുഖത്ത് നേരത്തെ തന്നെ മൂടുപടം വെച്ചിരിക്കുന്നു. ഈ മൂടുപടം ഒരു വേദനയല്ല, ഈ മൂടുപടം പ്രത്യാശയാണ്. എന്താ ഈ മൂടുപടം കാണിക്കുന്ന പ്രത്യാശ? ഈ മൂടുപടം യഹൂദ വിവാഹവുമായി വളരെ ബന്ധം പുലർത്തുന്നതാണ്. യഹൂദനായ ഒരു പുരുഷൻ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട് ആ കന്യകയെ അവൻ്റെ ഭാര്യയാക്കാൻ നിശ്ചയിച്ചാൽ ആദ്യമായിട്ട് നടക്കുന്നത് വിവാഹ നിശ്ചയമാണ്. വിവാഹത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം മണവാളനാകുന്ന പുരുഷൻ മണവാട്ടിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. ഒന്ന്, അവളുടെ അതേ പിതാവിന് കൊടുക്കുവാൻ കുറച്ച് ദ്രഹ്മ, കുറച്ച് പണം. അടുത്തത്, അവളുടെ മുഖത്തണിയിക്കുവാൻ ഒരു മൂടുപടം. 2മായി വന്ന് ഇഷ്ടപ്പെട്ട് മൂടുപണം അണിയിച്ചതിനന്തരം അവളോടായവൻ പറയും, ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവാം. എന്തിനാ പോന്നെ? നമുക്കൊരു വീടൊരുക്കാം. എന്ന് നമ്മുടെ വീടിൻ്റെ പണി തീരുവോ അന്ന് നിന്നെ ചേർക്കാനായിട്ട് ഞാൻ വരും. എന്നുവരെ ആർപ്പുവിളിയുടെ ശബ്ദം കേൾക്കുവോ അന്നുവരെ കാതു കൂർപ്പിച്ചിരിക്കുന്ന ഈ സഹോദരി
ഏതിലെ കൂടെല്ലാം യാത്ര ചെയ്താലും അവളുടെ മുഖത്ത് മൂടുപടമുണ്ട്. അവിടെ മുഖത്തെ മൂടുപടം ഒരു കാര്യം സൂചിപ്പിക്കുന്നു, ഇവൾക്കൊരു മണവാളനുണ്ട്. എത്രയും താമസമിനോ ഇവളെ ചേർക്കാൻ ഈ മണവാളൻ മടങ്ങി വരും. അവിടെ ഏക പ്രത്യാശ മണവാളന്റെ മടങ്ങി വരവാ. അതുകൊണ്ട് തന്നെ ഏത് വഴിക്കൂടെ യാത്ര ചെയ്യുമ്പോഴും മൂടുപടം അണിഞ്ഞവൾ യാത്ര ചെയ്യുന്നു. അവളുടെ ഏക പ്രത്യാശ മണവാളന്റെ മടങ്ങി വരവാ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എത്രയോ പ്രിയപ്പെട്ടവർ ഭൂമിയിലെ അവരുടെ ഭൗതിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചിട്ട്, അവരുടെ ഭൗതിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് മണവാളന്റെ വരവ് മാത്രം പ്രതീക്ഷിച്ച് കല്ലറയിൽ മൂടുപടം അണിഞ്ഞിരിക്കുന്നു. ഈ മൂടുപടമൊക്കെ നീങ്ങുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ദിവസം കല്ലറയിലിരിക്കുന്ന വിശുദ്ധന്മാർ തേജസ്സിൽ അവിടുത്തെ എതിരേൽക്കാൻ എടുക്കപ്പെടുന്ന ആ ദിവസം തൊഴുത്തിന്ന് തുള്ളിച്ചാടി വരുന്ന പശുക്കിടാങ്ങളെ പോലെ മൂടുപടം അഴിച്ചേച്ച് മുഖാമുഖം യേശുവിനെ കാണാൻ വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ സുന്ദര ദിവസത്തിൽ ജോബി ഉൾപ്പെടെ മൂടുപടം അടിഞ്ഞ കോടാകോടി വിശുദ്ധന്മാർ എന്തിന് പഴഞ്ഞിയിൽ കോവിഡ് വന്ന് മരിച്ചപ്പോ ആരും മൂടുപടം അണിയിക്കാതെ ഗവൺമെന്റ് മൂടുപടം ഒരു നോക്ക് കാണാതെ കല്ലറയുടെ അകത്തേക്ക് അടച്ചു വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരില്ലേ, അവരുൾപ്പെടെ ഉയർത്തെഴുന്നേൽക്കുന്ന സുന്ദര ദിവസത്തെ പ്രത്യാശയുടെ കണ്ണുകൊണ്ട് കാണുന്ന ദൈവമക്കൾ ആ രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാവോ? ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും പ്രിയപ്പെട്ടവരെ. കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, ഹല്ലേലൂയ, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാവോ? എത്ര പേര് തയ്യാറാ? നമ്മുടെ കർത്താവ് പ്രതിഫലം തരുന്ന ആ ദിവസത്തെ പ്രത്യാശയുടെ കണ്ണുകൊണ്ട് കാണുന്ന വിശുദ്ധന്മാർ ആ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ? Hallelujah. Hallelujah. Udavara vara 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 shaidara vara 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 durara vara 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 shantara vara 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 shaidara vara vara തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ കോടാകോടി ഗണം തേജസ്സിൽ സർവാംഗ സുന്ദരനാകുന്ന നമ്മുടെ പ്രിയനെ കാണുന്ന ദിവസത്തിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, കാണാം അതിൻ മധ്യേ എഴയോ? ജീസസ്. ബൈബിളിലെ ഏറ്റവും പഴക്കമുള്ള ചോദ്യം മരണം സംബന്ധിച്ച ചോദ്യമാ. ആ ചോദ്യം ചോദിച്ചത് ഇയ്യോബ് എന്ന ഭക്തനാ. ചോദിച്ച ചോദ്യം ഇതാ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും അവൻ ജീവിക്കുവോ? ചോദ്യത്തിന് ഉത്തരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുമശിഹ ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലോകത്തിലെ സകല മതങ്ങൾക്കും സകല മനുഷ്യർക്കും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പഠിപ്പീരുകളുണ്ട്. ഭൂരിപക്ഷ മതങ്ങൾ രണ്ട് വിശ്വാസങ്ങളിൽ ചിന്തിക്കുന്നവരാണ്. ഒന്നെങ്കിൽ പുനർജന്മം, അല്ലെങ്കിൽ പുനരുത്ഥാനം. പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിൻ്റെ പരിമിതികളെ ഈ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ പുനരുത്ഥാനത്തെക്കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ പുനരുത്ഥാനത്തിന്റെ അധ്യായം എന്ന് പറയുന്ന 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്തതും
ദൈവത്തിന്റെ ദാനമായതുമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ക്രിസ്ത്യാനികളുടെ പെന്തക്കോസ്ത് അനുഭവമുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ സധൈര്യം പറയും, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഉറപ്പാണ്. പുനരുദ്ധാനത്തിന്റെ അധ്യായമായ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 3 ശാസ്ത്രങ്ങളുടെ കൂട്ടുപിടിച്ച് മരണാനന്തര ജീവിതം സംബന്ധിച്ച 2 സത്യം പൗലോസ് പറയുക. ഒന്നാമത്തെ ശാസ്ത്രം സസ്യശാസ്ത്രം, രണ്ടാമത്തെ ശാസ്ത്രം ജന്തുശാസ്ത്രം, മൂന്നാമത്തെ ശാസ്ത്രം വാനശാസ്ത്രം. സസ്യശാസ്ത്ര പ്രകാരം ഒരു ഗോതമ്പ് മണി, നെല്ലിൻ്റെ മണി മണ്ണിലേക്കിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു കിളിർപ്പ് എന്നതുപോലെ കല്ലറ വെക്കുന്ന മൃതശരീരം പിന്നെ തേജസ്സിൽ ഉയർക്കും. അങ്ങനെ 3 ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചേച്ച് 2 സത്യം പറയും. എന്താ സത്യമെന്നറിയാവോ? ഗർഭവതിയായ ഒരമ്മ 9-ാം മാസത്തിൽ പ്രസവിക്കുന്നത് സത്യമാണെങ്കിൽ, മണ്ണിലിട്ട വിത്ത് കിളിർക്കുന്നത് സത്യമാണെങ്കിൽ, അതുപോലൊരു സത്യമാണ് മരിച്ചവരുടെ പുനരുത്ഥാനം. അതുകൊണ്ട് തന്നെ കലങ്ങരുതേ, കലങ്ങരുതേ, കലങ്ങരുതേ. സ്വർഗത്തിലോട്ട് പോകുന്നവരാണ് നമ്മൾ. ഇനിയും കലങ്ങരുതാത്തതിൻ്റെ 2ാമത്തെ കാരണം യോഹന്നാൻ 17:5, വി ഷെയർ ഹിസ് ലൈഫ്. അവൻ്റെ ജീവൻ നമ്മൾ പങ്കുവെക്കുന്നവരാണ്. ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് ആ അതികായകമായ മെഴുകുപ്രതിമ. മറ്റാരെയല്ല, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒത്ത രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രതിമ. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, പൊടി തുടയ്ക്കുന്നതും വൃത്തിയാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഒക്കെ, സ്തോത്രം, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ജോലിക്കാർ. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് അത് സംഭവിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് വഴുതി പ്രതിമ താഴെപ്പോയി. ആ പ്രതിമയുടെ കഴുത്തുള്ളൂ, ചർച്ചിലിൻ്റെ പ്രതിമയുടെ കഴുത്തുള്ളൂ. ജോലിയിലെ അനാസ്ഥ കോടതി കേസായി. വാദവും പ്രതിവാദവും ഒക്കെ നടന്നു. കോടതി ഈ മനുഷ്യന് ശിക്ഷ വിധിച്ചു. എന്താ വിധിച്ച ശിക്ഷ എന്നറിയാമോ? 100 പൗണ്ട്. ഇപ്പൊ തന്നെ വേറൊരു സംഭവം ഞാൻ ഓർക്കുന്നു. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അയാൾ മാനസിക രോഗിയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം സാറായിരുന്നു, മനോനില തെറ്റിപ്പ്. അങ്ങനെ ആ മനുഷ്യനിങ്ങനെ ജീവിക്കുക, ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഭിക്ഷ കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും മോഷണശ്രമത്തിനിടയിലുള്ള ഒരു കൊലപാതകം. പോലീസ് ഊർജിതമായിട്ട് പ്രതികൾക്ക് വേണ്ടി അന്വേഷിച്ചു, പ്രതികളെ കണ്ടുപിടിച്ചു. കോടതിയിൽ കേസ് വന്നു, വാദവും പ്രതിവാദവും നടന്നു. ഒടുവിൽ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. പാപ്പൻ സാറിനെ ആർക്കും വേണ്ടാതെ അതിലെ കൂടെ ഒരു ദോഷവും ചെയ്യാതെ നടന്ന പാപ്പൻ സാറിനെ കൊന്നോന് 12 വർഷത്തെ തടവും 1 ലക്ഷം രൂപ പിഴ. ഇതെന്തോ വിരോധാഭാസ? പക്ഷെ ലോകം ആദരിക്കുന്ന ചർച്ചിലിൻ്റെ കഴുത്തൊടിച്ചോന് 100 പൗണ്ട്. ആർക്കും വേണ്ടാത്ത പാപ്പൻ സാറിനെ കൊന്നോന് 12 വർഷത്തെ തടവും 1 ലക്ഷം രൂപ പിഴ. അതിനങ്ങനെ അതങ്ങനെ ചർച്ചിലിൻ്റെ അത് ജീവനുള്ളതല്ല, പ്രതിമയാണ്. പാപ്പൻ സാറിന് എന്തോ ഉണ്ട് പറ. അപ്പൊ ഒരു മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്താ? പറ, പ്രിയപ്പെട്ടവരെ, ജീവനാണ്. ഇന്ന് രാത്രി നമ്മൾ പങ്കുവയ്ക്കുന്നത് ആരുടെ ജീവനാണെന്നറിയാവോ? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ അകത്തിരിക്കുന്നതെങ്കിൽ സ്തോത്രം ചെയ്യാവോ?
പരിമിതികളെ ജയിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് അവിടുത്തെ ജീവനാ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിനു നേരെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതില്. ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എന്നെ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് എന്താണെന്നറിയാവോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഈ രാത്രി ആ പ്രതിസന്ധിയുടെ കയറിനെ നിങ്ങളൊന്ന് പൊട്ടിക്കാൻ പോവുക. നിങ്ങളുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുക. ഈ ഓഡിറ്റോറിയത്തിനകത്ത് നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ഇരുട്ടിന്റെ അധികാരത്തിന്റെ പദ്ധതിയെ പൊട്ടിക്കുന്ന പ്രാപിച്ചേ. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യ ഇന്ന് രാത്രി എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ശരീരത്തെ ഒതുക്കുന്ന പരിമിതി, കുടുംബത്തെ ഒരുക്കുന്ന പരിമിതി, ഈ ഇരുട്ടിന്റെ അധികാരത്തിന്റെ പദ്ധതി, അതിനെയൊക്കെ പൊട്ടിക്കുന്നത്. യെസ് യെസ്, ശക്തമേറെ ദൈവകൃപ വ്യാപരിക്കുക. ആ ജീവന് രാത്രി നിന്റെ ശരീരത്തിലൂടെ വ്യാപരിക്കുക. ആ ജീവന് രാത്രി നിന്റെ ശരീരത്തെ തൊടുകയ. ആ ജീവന് രാത്രി നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യസ്തത കൽപ്പിക്കാൻ പോകുകയോ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോണം. ചില കയറുകൾ പൊട്ടുന്നത് പോലെ, ശിംശോനെ ബന്ധിച്ച കയറ് ചണനൂല് പോലെ അഴിഞ്ഞു മാറിയതുപോലെ ചില ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെ മുന്നോട്ട് വിടാതെ ആ വിചാരം കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ആ കെട്ടി രാത്രി പൊട്ടുക. യേശുവിനെ കല്ലറയ്ക്കകത്തുനിന്ന് ഉയർപ്പിച്ച ആ ജീവൻ കത്തിയില്ലാതെ ശസ്ത്രക്രിയ ചെയ്യുന്നവൻ, കൈ തൊടാതെ അത്ഭുതം ചെയ്യുന്നവൻ, വാക്കുകൊണ്ട് ലാസറിനെ പുറത്തു കൊണ്ടുവന്നവൻ, അവിടുത്തെ ജീവന്റെ വ്യാപാര ശക്തി നിങ്ങളുടെ അവസ്ഥ മാറ്റുകയോ. Yes. Hallelujah. കലങ്ങരുത്, കലങ്ങരുത്. നാം സ്വർഗത്തിലേക്ക് പോകുന്നവരാ, കരങ്ങരുത്. അവിടുത്തെ ജീവന്റെ വ്യാപാര ശക്തിയ സഭയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്നത്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. കലങ്ങരുതാത്തതിന്റെ മൂന്നാമത്തെ കാരണം യോഹന്നാൻ 14:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 14:19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും, യോഹന്നാൻ 14:7 മുതൽ 11 വരെയുള്ള വാക്യവും 14:19 മുതൽ 24 വരെയുള്ള വാക്യവും. എന്താ കലങ്ങരുതാത്തതിന്റെ മൂന്നാമത്തെ കാരണം? യു നോ ദ ഫാദർ റൈറ്റ് നൗ ആൻഡ് വി എൻജോയ് ദ ഫാദേഴ്സ് ലവ്. നമുക്കൊരു പിതാവിനെ അടുത്തറിയാം.
അവന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു. ഈ ബൈബിളിൽ ദൈവത്തെ സംബോധന ചെയ്യുന്ന 430ഓളം എൽഷദ, എബനേസർ, റാഫ, നിസി, പാറക്കുടി, ഇങ്ങനെ 430 പദം. എന്നെ തന്നെ പഴയ നിയമം പരിചയപ്പെടുത്തുന്ന, ന്യായപ്രമാണം പരിചയപ്പെടുത്തുന്ന ഒരു പിതാവ്. ആ പിതാവിനെ ആവർത്തന പുസ്തകം 21:18 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. ന്യായപ്രമാണം പരിചയപ്പെടുത്തുന്ന അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം ഇവിടെ പറയാം. അപ്പൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷടനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നു എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ അടുക്ക് പട്ടണക്കാരെല്ലാവരും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പം പഴയ നിയമം പരിചയപ്പെടുത്തുന്ന അപ്പൻ, അമ്മ മത്സരിയായ മകനെ കല്ലെറിയുന്ന അപ്പനും അമ്മയും. പക്ഷെ യേശു പുതിയ നിയമത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു അപ്പനുണ്ട്. മോൻ സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് ആ നാട്ടിൽ ചെന്ന് പാർത്തപ്പോഴവന് മനസ്സിലായത് അപ്പൻ്റെ വീട് ഇവൻ പാർക്കുന്ന വീട് പോലല്ല. അവൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്ക പോകും. എന്നിട്ട് അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കും, ഇനി നിന്റെ മകനെന്ന് പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്ക പോകും. അടുത്ത വാക്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സിലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. തിരിച്ചു വരും അപ്പൻ്റെ വീട്ടിലോട്ട്. ന്യായപ്രമാണം അനുസരിച്ച് തിരിച്ചു വന്നാലും അപ്പൻ്റെ വീടിൻ്റെ അതിരെ കയറാൻ അവന് പറ്റത്തില്ല. കാരണം മത്സരിയായ മകനെ മൂപ്പന്മാരെന്ത് ചെയ്യാനാ പറയുന്നത്? കല്ലെറിയാനാ പറയുന്നത്. പക്ഷെ ഈ അപ്പൻ്റെ ഒരു സ്വഭാവം കണ്ടോ പ്രിയപ്പെട്ടവര്? ദൂരെന്ന് കണ്ടെന്ന്, അപ്പൻ ചന്തയ്ക്ക് പോയ വഴിക്ക് ദൂരെന്ന് കണ്ടെന്നല്ല, എല്ലാ ദിവസവും രാവിലെ അപ്പൻ പട്ടണത്തിന്റെ വാതിൽക്കൽ ചെന്ന് നിന്ന് ദൂരേക്ക് നോക്കും. അപ്പൻ്റെ ഒരു തോന്നലിതാ, അപ്പൻ്റെ ഒരു ചിന്ത ഇതാ, അപ്പൻ്റെ ഒരാഗ്രഹം ഇതാ, എൻ്റെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരും. അവന് മടങ്ങി വരാതിരിക്കാൻ പറ്റത്തില്ല. മത്സരികളായ മക്കളെ കുറിച്ച് ഇന്ന് രാത്രി ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കള്, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, എൻ്റെ മക്കളും മടങ്ങി വരും, എൻ്റെ മക്കളും മടങ്ങി വരാതിരിക്കത്തില്ല. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ മടങ്ങി വരാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്ത് ചെയ്യണം? ഒറ്റ വാക്കൂടെ പറഞ്ഞ് നിർത്തുക. എന്നും ദൂരേക്ക് നോക്കുന്ന അപ്പൻ അന്ന് കണ്ടു പാസ്റ്ററേ വരുന്ന മോനെ. അപ്പനും മനസ്സിലായില്ല, പിന്നെ ആർക്കാ മനസ്സിലാകുന്നത്? ഇന്ന് രാത്രി ആർക്കും മനസ്സിലായില്ലേലും നിന്നെ മനസ്സിലാകുന്ന ഒരപ്പനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ പരാജയത്തെ, ശൂന്യതയെ, നിന്റെ കഴിവുകേടുകളെ ഒക്കെ ആർക്കും മനസ്സിലായില്ലേലും നിന്റെ ജീവിതത്തിന്റെ തോൽവികളെ മനസ്സിലാകുന്ന ഒരപ്പൻ. എനിക്കൊരപ്പനെ അങ്ങനെ പരിചയപ്പെടുത്തുന്നതിന് പാടില്ല. കാരണം 11ാമത്തെ വയസ്സ് മുതൽ എന്നെ കൂടെ കൊണ്ടു നടന്ന് എന്നെ ഞാനാക്കിയ ഒരപ്പനെ എനിക്കറിയാം. എൻ്റെ മനസ്സൊന്നിടറിയാൽ അത് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരപ്പനെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്കിത് പ്രസംഗിക്കാൻ ധൈര്യം.
പട്ടണവാതൊക്കെ കണ്ടപ്പോഴത്തേന് ഈ അപ്പൻ ഓടിച്ചെന്നു. എന്നാ ആന്റി ഓടിച്ചെല്ലാൻ കാര്യം? അപ്പൻ അറിയോ, ഏതെങ്കിലും മൂപ്പൻ എൻ്റെ മോനെ ഞാൻ കാണുന്നതിന് മുമ്പേ കണ്ടാൽ അവരവനെ കല്ലെറിയും. ഒരുത്തൻ എറിഞ്ഞാൽ അടുത്താൾ അവനെ എറിയും. ഇല്ല കേട്ടോ, എറിയാൻ സമ്മതിക്കുന്ന അപ്പൻ അല്ലീ അപ്പൻ. ഒരാൾ നിന്നെ എറിയുന്നതിന് മുമ്പ് യഹൂദ കാഴ്ചപ്പാടിൽ പ്രായമുള്ളവർ ഒരിക്കലും ഓടാറില്ല. അവരിയ്ക്കുന്നിടത്തോട്ട് മക്കള് വരാറേയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാ ഈ അപ്പൻ ഓടിയതെന്നറിയാവോ? ഈ അപ്പൻ ഓടിയില്ലെങ്കിൽ ഈ മോൻ അപ്പൻ്റെ അടുക്കോ വരുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും ഒക്കെ അവനെ കല്ലെറിയും. ഇല്ല, നിന്നെ ഒരുത്തനും ദ്രോഹിക്കാൻ അനുവദിക്കുന്ന അപ്പൻ അല്ല ഈ അപ്പൻ. ഇന്ന് രാത്രി സ്വർഗമണ്ഡലങ്ങൾ വിട്ട് താഴെ ലോകത്തിലേക്ക് വന്ന് എന്നെയും നിങ്ങളെ കെട്ടിപ്പുണർന്ന ഈ അപ്പൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അപ്പൻ കണ്ടാൽ, അപ്പൻ കെട്ടിപ്പിടിച്ചാൽ, അപ്പൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു മൂപ്പനും ഇനി നിന്നെ കല്ലെറിയാൻ പറ്റത്തില്ലോ. അപ്പം പറയാ, ഇത് മരിച്ചുപോയ എൻ്റെ മകനാ, പക്ഷെ ഞാൻ അവനെ ഇന്ന് കെട്ടിപ്പിടിച്ചു. അതുകൊണ്ട് എന്തോ അനുവദിക്കുക, ജീവൻ അനുവദിക്കുക. ശ്രദ്ധിച്ച് കേട്ടോണേ, ശ്രദ്ധിച്ച് കേട്ടോണം. എത്ര കേസുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതിക്ക് എന്തില്ല? കേസില്ല. മരണം, ശാപത്തിൻ്റെ മരണം കൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയ എന്നെ നിങ്ങളെയും അംഗീകരിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരപ്പനുണ്ട്. അതാ കാൽവറിയിലെ അപ്പൻ. ഈ രാത്രി അപ്പാന്ന് വിളിച്ചോണ്ട് ഒന്നോടി വരാമെങ്കിൽ കുട്ടാന്ന് വിളിച്ച് അങ്ങനെ ഓമന. ഞാൻ ഇതെവിടെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടെന്നറിയോ? ഈ അപ്പൻ്റെ സ്വഭാവം എന്താണെന്നറിയോ? ഓമന പേര് ചൊല്ലി വിളിക്കുന്ന അപ്പനായി അപ്പൻ. ഞാനിവിടെ ഒരു കല്യാണം പ്രസംഗിക്കുക പാസ്റ്ററെ. പ്രസംഗമൊക്കെ കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് ആശംസയ്ക്ക് സമയമില്ലാത്ത സമയത്ത് അവസരം കൊടുത്തു. ആ കൂട്ടത്തിലെ അമേരിക്കൻ മലയാളി സംസ്കൃത പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പല ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ആശംസ എന്താന്ന് കേൾക്കാൻ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അദ്ദേഹം വന്നിട്ട് ഈ കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ, ഞാൻ 78 വയസ്സുള്ള മനുഷ്യനാണ്. എൻ്റെ ഔദ്യോഗിക പേരാ ഇപ്പം ഇവിടെ വിളിച്ചത്, എൻ്റെ പാസ്പോർട്ടിലുള്ള പേര്. യഥാർത്ഥത്തിൽ എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര് ഇതല്ല. എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര് കുട്ടാന്നാ, കുട്ടാന്ന്. 78 വയസ്സുള്ള എന്നെ ഇനി ആര് കുട്ടാന്ന് വിളിക്കാനാ? കുട്ടാന്ന് വിളിച്ച അപ്പം മരിച്ചു, കുട്ടാന്ന് വിളിച്ച അമ്മ മരിച്ചു, കുട്ടാന്ന് വിളിച്ച അമ്മയുടെ സഹോദരങ്ങൾ മരിച്ചു, അപ്പൻ്റെ സഹോദരങ്ങൾ മരിച്ചു. എന്നെ ഇപ്പം അതുകൊണ്ട് ആരും കുട്ടാന്ന് വിളിക്കാറില്ല. പിന്നെ ചെവിക്ക് കേൾവിക്കുറവുള്ളതുകൊണ്ട് ഒരു മിഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത് ചെവി വെക്കാൻ മറന്നുപോകും. അന്നേരം എനിക്ക് ചെവി ശരിക്കും കേൾക്കത്തില്ല. അന്നേരം എൻ്റെ കൊച്ചുമക്കളൊക്കെ എന്നെ പൊട്ടാന്ന് വിളിക്കുന്നത് ഞാൻ കേൾക്കാറുമുണ്ട്, വാ കൊണ്ടാണെങ്കിൽ പോലും. സ്വത്രം. എന്നിട്ട് അടുത്തത് അദ്ദേഹം പറയാ, എപ്പോഴൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് മുട്ടുമടക്കി അപ്പാന്ന് വിളിക്കുവോ അപ്പോഴൊക്കെ എന്നെ കുട്ടാന്ന് വിളിക്കുന്ന ഒരു സ്വരം ഇന്ന് രാത്രി നിങ്ങളുടെ ഓമന പേര് വേറെ ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ ഓമന പേര് അറിയാവുന്ന യേശു. ഒന്നുറക്കെ വിളിക്കാവോ? 2 കരം ഉയർത്തിപ്പിടിച്ച് ഉറക്കെ യേശുവേ ഉറക്കെ വിളിക്കുക.